Ladies and gentlemen, Malayalis, welcome back to part 2 of Sumadhi Valavu. എനിക്കിവിടെ ഒരു കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ കർക്കിടകത്തിലെ കരിമ്പൂരാട കാരണം ഞാൻ വേറെന്തൊക്കെയാണെന്ന് കഴിഞ്ഞ റിയാക്ഷൻ പറഞ്ഞു. ഞാനൊന്ന് പ്ലേ ബാക്ക് ചെയ്ത് നോക്കിയപ്പോഴപ്പോൾ മനസ്സിലായ ഞാൻ അതിൻ്റെ അകത്ത് കരിമ്പൂരാടത്തിലെ കർപ്പൂര എന്തോ പറഞ്ഞത്. സോ എനിക്ക് ഇത്രയും കണ്ടിട്ട് ഒരു സംഭവം തോന്നുന്നു വെച്ചാൽ ഈ അപ്പുവിൻ്റെ ക്യാരക്ടർ പറയുന്നത് എൻ്റെ ഒരു സത്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം വെറുതെ പെട്ടെന്ന് ഒരാളുമായിട്ട് ഒളിച്ചോടി പോയി എന്ന് പറയുന്നത് ഡസ് നോട്ട് മേക്ക് എ ലോട്ട് ഓഫ് സെൻസ്, റൈറ്റ്? ഓൾസോ ഈ പോലീസുകാരനാണ് അങ്ങനെ കുറച്ച് പെശകാണെങ്കിലും പുള്ളിക്കാരൻ പറഞ്ഞത് മേക്ക് സെൻസ്. ഐ ബിലീവ് ആ വളവ് കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങനെ ആരും പോവില്ല. ദാറ്റ് ഇസ് അണ്ടർസ്റ്റാൻഡബിൾ, റൈറ്റ്? അപ്പുവിൻ്റെ ക്യാരക്ടർ എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു മീ. അതെന്താണെന്ന് നമുക്കറിയണം. മേ ബി ക്ലൈമാക്സിലോട്ടേ നമുക്ക് അറിയാൻ പറ്റുള്ളായിരിക്കും. എനിവേ വിത്തൗട്ട് ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. ഞാനൊന്ന് റിസ്റ്റോർട്ട് ചെയ്യട്ടെ. ഹിയർ വി ഗോ. இதே கையில் நிக்காது. ஆனா என்னால முடியாதுன்னு நினைக்கிறேன். சீக்கிரமா ஆஸ்பத்திரி கூட்டிட்டு போ, இல்லன்னா 2 உசிரும் போயிடும். ചാവാൻ ഞാൻ തയ്യാറാണ്. വണ്ടി എടുക്കാൻ നിനക്ക് ധൈര്യമുണ്ടോടാ? ഈ സമയത്തോ? നീ എന്ത് ഭ്രാന്താ ചെമ്പായി പറയുന്നത്? നിങ്ങള് ഓപ്ഷനില്ല ബ്രോ. ചാവണ ചാവട്ടെ. സുമതി പ്രഗ്നന്റ് ആയിരുന്നല്ലോ. മേ ബി സുമതിക്ക് ഈ പുള്ളിക്കാരുടെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാവാം. ഇതിനുള്ള മറുപടി அங்க குறி வச்சு காத்துட்டு இருக்கா. இப்ப 2 உசிரல்ல, மொத்தம் 7 உசிரு. ഭദ്രം. നിർത്തും. ഇറങ്ങി നോക്ക്. എടുത്ത് മാറ്റാൻ പറ്റുമോ? പോയി നോക്കടാ. ഒന്നുമില്ല മോളെ. സൈഡിലേക്ക് മാറ്റാം. ഇല്ലീഗൽ തൊടുപടി പോയാലോ? ചേട്ടത് കാട്ടുവഴിയല്ലേ? ഇതൊക്കെ അറിഞ്ഞോണ്ടല്ലേ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടത്. വാ, എടുത്ത് മാറ്റാന്നും. അതെ, വെരി അൺകംഫർട്ടബിൾ. കരച്ചിൽ നിന്നു. പക്ഷെ സുമതി ഈസ് ഓൾസോ പ്രഗ്നന്റ്. സുമതി വെറുതെ ഒരു പ്രഗ്നന്റ് വുമണിനെ കൊല്ലത്തില്ല. ഇത് മാന്ത്രികല്ലേ? സുമതി എന്താ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി മനസ്സിലാവുന്നില്ല. എല്ലാരെയും കൊന്നിട്ടില്ല. പോലീസുകാരെ പറഞ്ഞിട്ട് മറ്റവന് മരിച്ചില്ല. വാട്ട് ഈസ് യുവർ പ്ലാൻ ഹിയർ? നിങ്ങൾ അവിടെ നോക്ക്. നോക്കി മരിച്ചില്ല. അമ്പാടി അമ്പാടി ഒറ്റപ്പെടുത്തിയല്ലോ. വെള്ളച്ചാട്ടം. Was it real or was it a hallucination? എന്റെ മോളെ, നീ ഇവിടെ നിൽക്കാണോ?
എനിക്കെന്താ പ്രസവിക്കൊന്നും വേണ്ടേ? ഏ? ചേട്ടാ വിജയൻ ചേട്ടാ വിളിച്ചോണ്ടോ ചെമ്മൻ ചേട്ടാ ആളെ കിട്ടി. തപ്പാതിരാക്ക്. ഇനി ഇവന്മാർ എവിടെ പോയി തപ്പാനാ? എന്റെ മോളെ എവിടൊക്കെ തെരഞ്ഞു നിന്നെ. ചെമ്മൻ ചേട്ടാ ചെമ്മൻ ചേട്ടാ Hallucination. സുഖ ടീച്ചർ എന്തായാലും ഒന്നും ചെയ്യില്ല. ഇവനുമായിട്ട് എന്താ കണക്ഷൻ? അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതാണ് നമുക്ക് അറിയണ്ട. ടീച്ചർ നമുക്ക് ഇപ്പത്തെ ആശുപത്രി പോവാം. Please let me a hallucination. അത് ഹാലൂസിനേഷൻ ഇല്ല, അവിടെ ആരും ഇല്ല. അവളുടെ കളികളാണ്. അതെ, ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോവാം. മതിയല്ലേ? എന്തെങ്കിലും ചെയ്യേ, മാജിക് ചെയ്യ്. ഇങ്ങനെ സംഭവിക്കാൻ എനിക്ക് നേരത്തെ അറിയാം. പുള്ളിക്കാർക്ക് ജീവനുണ്ടോ? കാവിലെ ബലി കഴിഞ്ഞപ്പോ തൊട്ട് പറയുന്നത് വളവിലെന്തോ അനർത്ഥം സംഭവിക്കുന്നു. ഏതായാലും ദൈവം കാത്തു. ദൈവമല്ല, സുമതി കാത്തു. ടീച്ചറെ, വളവിൽ നടന്നത് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? സമയത്തൊക്കെ വളവിലൂടെ എന്റെ അമ്മ. അതെ അതെ, രാത്രിയായ വീടിന് പുറത്തിറങ്ങാത്ത ചെറുക്കനാ. ഒരാവശ്യം വന്ന മനുഷ്യന് ധൈര്യം താനെ വരുമെന്ന് പറയുന്നത് എത്ര ശരിയല്ലേ? ഓ ഗോഡ്, എന്റെ മെഡിക്കൽ കരിയറിൽ ഇതുപോലൊരു പനി ഞാൻ കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല. ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ. കൊച്ചിനെ പുറത്തെടുത്ത് പോയി, ഞാൻ ഒറ്റക്കായി പോയി. ഓ എന്റെ മന്നു. ഇതൊരു സൂചന മാത്രം, വലുതെന്തോ സംഭവിക്കാൻ പോകുന്നു. നേരത്തെ ഇയാൾ ഇതല്ലേ പറഞ്ഞു. ഇനി എന്താണ് ഒന്ന് വാദം പറയണ? എന്താണ് വരുന്നത്? കിട്ടി കിട്ടി. ഇത്ര ഇറച്ചി നിങ്ങൾക്ക് എല്ലാവരും കൂടുക എന്തിനാണ്? ബാക്കി ക്വാറന്റൈൻ കൊണ്ട് കൊടുക്കൂല. കാട്ടുപന്നിയുടെ തേറ്റായ ഇതങ്ങോട്ട് ചെന്നില്ലേ 10 നാള് പഴുക്കും. കേട്ട് വിരോധം കിട്ടാഞ്ഞിട്ട് തന്നെയാ അന്ന് ആ കേസ് ക്ലോസ് ചെയ്തത്. ഞാൻ അറിഞ്ഞു വെച്ച് ഒരു കാര്യം പറയാം, എനിക്ക് വിഷമാവും. തന്റെ പെങ്ങളെ ഇനി നോക്കണ്ടോ? നിങ്ങൾ പറയുന്ന പോലെ ആ ചെക്കൻ കൊന്നാണോ അതോ ആ വളവിൽ രക്ഷ പിടിച്ചാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്ന് മാത്രം ഞാൻ പറയാം, തന്റെ പെങ്ങൾ ആ വളവ് വിട്ട് പോയിട്ടില്ല. പോകുന്നവരെ അവള് തടയും, പേടിപ്പിച്ച് വഴിമാറ്റിവിടും. എന്തിനാന്നറിയോ? ആ വളവിൽ വെച്ച് അവൾക്കും അവളുടെ പള്ളയിലുണ്ടായിരുന്ന കൊച്ചിനും വന്ന ഗതി ഇനി ആർക്കും വരാതിരിക്കാൻ. That makes a lot of sense. കാരണം സുമതി ആരെയും കൊല്ലുന്നില്ല അധികം. ബ്രിട്ടീഷ് പടയെ കാട്ടുവഴി ആരെയും അവൾ ആ വളവിലേക്ക് കടത്തിവിട്ടില്ല. ആ വളവ് വിട്ടൊരു ശക്തിയെയും അവൾ പുറത്തേക്കും വിടില്ല. ചേട്ടാ ശരിക്കും കണ്ടാ? കണ്ടാന്നാ ഇങ്ങനെ
ഇത് ഇത്ര അടുത്ത് മുഖാമുഖം. അപ്പുച്ചേന്റെ ധൈര്യം സമ്മതിക്കണം. ഇതിനൊക്കെ എന്തിനാണ് ധൈര്യം? അപ്പൊ കല്ലേലിൽ ഞാനുള്ള ഹീറോ. ഓ ആണോ? ഹീറോ എന്താ ഇവിടെ? നടൻ തീരുമാനം. അല്ലിയുടെ പഠന നിലവാരം അറിയാൻ വന്നാവും അല്ലേ? അല്ലല്ല, ഞാൻ എന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിനെ പറ്റി ബാമയെ ചർച്ച ചെയ്യാമെന്നാണ്. എന്നെ കേട്ടോ? വളരെ സ്ട്രൈറ്റ് ഫോർവേഡ്. എനിക്ക് ഈ സിനിമയുടെ ഒന്നും പറയാൻ പാടില്ല. അങ്ങനെയാണല്ലോ, പക്ഷെ നടക്കില്ല. ബാമേ ആലോചിക്കാം. ആലോചിക്കാം. That is a good sign. ഇവിടെ പരിപാടി ഒന്നുമില്ല സാറേ, ചുമ്മാ കാറ്റോളാൻ. കാറ്റ് കൊള്ളാനോ? Bad idea. മക്കളെവിടെ? മോള് പേടിക്കണ്ട, നമ്മള് ഈ പ്രായം കഴിഞ്ഞല്ലേ വന്നേ. പട്ടാളക്കാരന് പണിയാകുമല്ലോ സാറേ. അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത് കേരള പോലീസ് അല്ലേടൂ. നടക്കട്ടെ. വന്ന കാര്യം പറയാലോ വെച്ചമ്മാമ, ഒരു കല്യാണം അറിയിക്കാൻ വന്നേ. കല്യാണോ? ആടെ? ഞങ്ങളുടെ മോളെ മാമയുടെ ഈ ചിങ്ങത്തിൽ അതങ്ങ് നടത്താമെന്ന് കരുതി. അല്ല, പയ്യനെ വിടുന്ന? പയ്യൻ ഈ നാട്ടുകാരനാ, നമ്മുടെ ഭദ്രൻ. അതേതായാലും നന്നായി. അവനും വേണ്ട ഒരു ജീവിതം. അതെ, അവളെ ജാതകം നോക്കിയപ്പോ പെട്ടെന്ന് കെട്ട് നടത്തിയില്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അതാ പെട്ടെന്ന് നടത്താൻ തീരുമാനിച്ചത്. അവക്കിപ്പോ ജോലിയൊക്കെ ആയല്ലോ, അത് നന്നായി. ആ, അല്ല ശോഭ, ചായ എടുക്ക്. ഏയ് വേണ്ട, ഞങ്ങള് നാട് മുഴുവൻ ഇവന്റെ ഒരുപാട് വീട്ടിൽ കയറാനുള്ളേ. ദിവസം കടത്തില്ലേ എന്ന് പറഞ്ഞായിരുന്നു മറ്റേ പുള്ളിക്കാരി. നീ വന്ന്, നീ പഴയതൊന്നും മനസ്സിൽ വെക്കണ്ട. ഇതോടെ തീരുന്നെങ്കിൽ എല്ലാം അങ്ങ് തീരട്ടെ. നീ വന്ന് നിന്ന് കല്യാണം നടത്തി തരണം. നീ വരും. എന്റെ വീട്ടിലൊന്ന് കല്യാണം വിളിച്ചെന്നറിയോ? കല്യാണം കൂടാൻ വേറെ എന്തിനാ? അല്ല, അവൻ എനിക്കിട്ട് പണി തന്നാ. അവനറിയാം ഞാൻ അവളെ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. അപ്പൊ അച്ഛനെ കൂട്ടുപിടിച്ച പ്രശ്നമില്ലാണ്ട് ഈ കല്യാണം നടക്കൂല. വേറെ വല്ല വഴി പറഞ്ഞ. നിനക്ക് ധൈര്യം ഉണ്ടോ? ധൈര്യം ഉണ്ടാ? ഇങ്ങോട്ട് നോക്കിയേ. നിനക്ക് ധൈര്യം തരാനുള്ള ഒരു ഒറ്റമൂലി എന്റെ കയ്യിലുണ്ട്. ധൈര്യത്തിന് ഒറ്റമൂലിയാ? മാസമുള്ള ചമ്മടാ. കൊറേ ആയി. ഇതാണ് ഇതെന്ത്? ഞാൻ ആ പറഞ്ഞ ഒറ്റമൂലി. എന്നാ വാ, പോവാ വാ. എങ്ങോട്ട്? മഹേഷിനെ കൊല്ലാൻ. അവൻ പട്ടാളത്തിലാണ്, തോക്കുണ്ടാവും. പെട്ടേക്കാം. അവനല്ല, ഇതിനൊക്കെ കാരണം അവളാ. സിനിമയല്ലേ? സുമതി. എന്നാ നമുക്ക് ആദ്യം അവളെ കൊല്ലാം, സുമതിനെ. എടാ, അതിന് അവൾ അല്ലെങ്കിലും ചത്തതല്ലേ. ഞാനുള്ള ശരിക്കും സ്മൂതി കാണാൻ പോകണോ? എനിക്കറിയാതല്ലോ വളയെ പോകുന്ന സ്റ്റാർട്ടാവൂലടാ. സ്റ്റാർട്ടാക്കില്ല. ആര്? സുമതി സ്റ്റാർട്ടാക്കില്ലെന്ന്. സുമതിനെ കൊണ്ട് ഞാൻ സ്റ്റാർട്ടാക്കിക്കും. ജീവിതം യക്ഷിയുടെ തന്തയ്ക്ക് വിളിക്കുന്നോടാ. എന്നെ നാലിലൊന്നും പറഞ്ഞിട്ട് വേണ്ടി വളവിലോ ഞങ്ങൾ നിക്കണ കണ്ടാടി. Don't tempt a ghost, man. ഏതോ ഒരുത്തി വളവും കിടന്ന് വിളിച്ചോടി പോയിട്ട് ഞാനാണ് അവരെ കൊലക്കൊടുത്തെന്നുള്ള പേര് പറഞ്ഞാണ്. എന്റെ പെണ്ണിപ്പോ വേറൊരുത്തന്റെ ഭാര്യയാവാൻ പോണത്. എനിക്കല്ല വിഷമണ്ടടി, എനിക്കല്ല വിഷമണ്ടടി. അറിഞ്ഞോ? ഇതാ പോലെട്ടാ മടിച്ചേട്ടാ.
എന്ത് സംഭവിച്ചു? സാറെന്താ സാറ് ഇവിടെ? അത് ശരി, അത് ഞങ്ങളല്ലേ ഇരിക്കേണ്ടത്. നിങ്ങളെന്താ ഇവിടെ? വെളുപ്പിന് വളവിന്ന് 5 എണ്ണത്തിനെയും ഞങ്ങളെ ഇങ്ങോട്ട് പോയിക്കൊണ്ട് വന്നത്. ഒറ്റ ഒരുത്തനും ബോധമില്ലായിരുന്നു. ഇന്നലെ എന്തായിരുന്നടാ വളവ് പരിപാടി? നിനക്കൊക്കെ എവിടെ നിന്നാണ് ഇത്രയും ധൈര്യം കിട്ടിയേ? വളവിപ്പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. വളവിലപ്പോ പോയി? അല്ലടോ, ശിവോഹോ അതെന്താ സാധനം? അത് ഈ പച്ചമരുന്നെല്ലാം കൂടെ അരച്ച് കളിക്കൊരു ലേഹിയാണ് സാറേ. എടോ, ഞങ്ങളുടെ നാട്ടിൽ അതിന് കഞ്ചാവ് ലേഹ്യം എന്നാ പറയുന്നത്. പിന്നെ സാറേ, നാട്ടുകാർ തണ്ടികളെ എന്നെ കഞ്ചാവ് ലേഹ്യം എന്നൊക്കെ പറഞ്ഞാലും എനിക്കത് സാറേ സത്യം. നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞു. അതെങ്ങനെങ്കിലും പറഞ്ഞ് ഒത്തുതീർപ്പാക്കാൻ നോക്കും. അതങ്ങനെ തീരില്ല സാറേ. ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. എടോ, ഒരു വീട്ടിലേക്കാക്ക. ശരി സാർ. ധന്യവാദ് സാർ. അവൻ നല്ല വിഷമത്തിലാ. കുറച്ചൊക്കെ വിഷമിക്കട്ടെ. നാട്ടിലെ ഏത് തണ്ടികൾക്ക് അടിച്ചു കൊടുത്താലും നിന്നെ മാമൻ അടിച്ചേരൂല. പിന്നെ ഇപ്പാരെ കെട്ടാൻ പോന്നറിയോ? നമ്മുടെ ഭദ്രൻ ചേട്ടനാ. വാവക്കുട്ടാ, നമ്മള് ബാമ ടീച്ചറിനെയും മാമനെയും സഹായിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യം വരുമ്പോ നമ്മളെ ആര് സഹായിക്കും? നീ ഇപ്പൊ എന്താ പറഞ്ഞ? പെട്ടെന്ന് വന്നില്ലെങ്കിൽ കഞ്ഞിവെള്ളം പോലും കിട്ടൂലടാ. എടാ, ഒരു മിനിറ്റ്, ഞാൻ പോരാ. പുല്ല്. നീ എന്താ പറഞ്ഞ? പാവക്കോട്ടനെ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലല്ലേ? കൊണ്ടു കിടക്ക. എന്റെ ചേച്ചി നിന്റെ മാമൻ വരാൻ പറഞ്ഞതാ. ഇന്നോ? അല്ലേ, വേണ്ട, എന്റെ തന്നെ ഇരിക്കട്ടെ. നിന്റെ മാമൻ എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ മാമല്ലേ, ഞാനും എടുത്തോളാം. അമ്മേ, ഇതാരാ? വാവക്കുട്ടനോ? ഞാൻ അല്ലിയുടെ കൂടെ വന്നൊന്നല്ല, ശ്രീകുടീനെ കൊണ്ടുവിടാൻ വന്നതാ. പിന്നെന്താ അവിടെ നിക്കുന്നേ? കേറി വാ. വേണ്ട, അമ്മ അങ്ങനെ വലിഞ്ഞേറി ചെല്ലുന്ന ശീലം ഞങ്ങളുടെ കുടുംബക്കാർക്കില്ല. വാവേ, വന്നേ. ഇതാ വരൂ വല്യ മോളെ. പിന്നെ എന്റെ ചേച്ചിക്ക് ഇഷ്ടം താങ്കളോടാണ്. അതുകൊണ്ട് തന്നെ ഈ കല്യാണം മുടക്കാനുള്ള വഴികളൊക്കെ നോക്കിക്കോ. അടിച്ചോണ്ട് വന്നേ ആയിരിക്കും നല്ലത്. അല്ല, കല്യാണം ആലോചിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലി. ഒരു ജോലിയില്ല, കൂലിയില്ല. ഈ ഉണക്ക കാസ്റ്റഡി വെച്ചിട്ടാണോ പെണ്ണു വയ്ക്കാൻ എന്നാ ചേച്ചി തരാൻ പറഞ്ഞതാ. പിന്നെ അടിയാ, എന്തേലും ആവശ്യം എന്നെ വിളിച്ചാൽ മതി കേട്ടോ. എന്താ ഇവിടെ? വാ, വീട്ടിൽ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ നടന്നു നോക്കോളാം. ആ അപ്പു, കല്യാണക്കുറി കിട്ടിയില്ലേ? ഓ, പഴയതൊന്നും മനസ്സിൽ വെക്കണ്ട. അമ്പാടി വരില്ലേ? കല്യാണല്ലേ കലക്ക? ഇതെന്താ സംഭവം? ഇവരാണ് നേരത്തെ അവിടെയാണല്ലോ നിന്നത്. പ്രകാശേട്ടൻ മരിക്കണതിന് മുമ്പ് ഭദ്രന്റെ കയ്യിൽ നിന്ന് 50,000 രൂപ കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചു കൊടുക്കാൻ പറ്റാതായപ്പോഴാണ് പ്രകാശേട്ടൻ സുമതി അല്ല ജോലിക്ക് പോയി തന്നെ ആ കാശ് എങ്ങനെയും തിരിച്ചു കൊടുക്കാനാ. തെളിയിക്കണം. പക്ഷെ അവന്റെ ഉദ്ദേശം അതല്ലായിരുന്നു ജോലി വിട്ടത്. അവൻ അവൻ അവനെന്റെ മോളെ പോലും പേടിക്കുന്ന ഭദ്രനെ മോള് ഉപദ്രവിക്കൂല. അപ്പോ നോക്കോളാം. തെളിയിക്കണം. ഭദ്രനാണ് മറ്റവനെ പ്രൂഫ്. ദീനജമ്മച്ചേട്ടാ, ഇപ്പൊ അച്ഛനാ കല്യാണം മുന്നിൽ നടത്തുന്ന. അല്ലേലും നാട്ടുകാരുടെ കല്യാണം നടത്തി കൊടുക്കലാണല്ലോ ആ കള്ളത്താടിയുടെ പണി. ഓ, ഇതാണ് അവരുടെ വീട്. എന്താ മഹേഷേ, നീ എന്നോടുള്ള ദേഷ്യത്തിന് അവളുടെ ജീവിതം കൊണ്ട് നശിപ്പിക്കരുത്. നിന്നെ കെട്ടി അവള് നശിക്കാതിരിക്കാനാ ഞാൻ ഭദ്രനെ കൊണ്ട് അവളെ കെട്ടിക്കുന്നത്. പിന്നെ നിന്നോട് എനിക്ക് ദേഷ്യമുണ്ടാ? നീയല്ല എന്റെ ചേച്ചിയെ കൊണ്ടുപോയി കൊന്നത്. മഹേഷേ, ഞാൻ പോടാ. ആരാടോ ഇത്? പേര് സുജ, കുട്ടി അവരുടെ മോളാ. ഇവരുടെ ഡീറ്റെയിൽസ്?
സുജയുടെ സ്വന്തം സ്ഥലം എവിടെയെന്ന് അറിയില്ല സാറേ. ഇവരെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്ന 3 വർഷം മുമ്പ് ഇവരുടെ ഭർത്താവ് കടം കയറി ആത്മഹത്യ ചെയ്തു. പിന്നെ വലിയ കഷ്ടത്തിലായിരുന്നു. ഇവർക്ക് എന്താ ജോലി? This is not good. This is bad. This is really bad. He did that. Bhadran did that. ഇവക്ക് നിന്റെയൊക്കെ കടയിലാണ് ജോലി? അതെ സാർ. എന്താടാ വല്ല ചുരുക്കലി ഉണ്ടോ? ഏതായാലും ഉച്ച കഴിഞ്ഞ് സ്റ്റേഷൻ വരെ പാടൂ. ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ ഇവന്മാർ തമ്മിൽ അടി നടന്നാൽ ഇതൊന്നും ചെയ്യില്ല. ലോജിക്കലി സ്പീക്കിംഗ് ഒരു തെളിവുമില്ല. എന്തെങ്കിലും തെളിവുണ്ടാക്കിയിട്ട് അടിക്കടാ. അപ്പം നീ അടിച്ചാലും ഒരു ഗുണമില്ല. ഇതുണ്ട് ചിലപ്പോൾ നീ അകത്ത് പോകും. സോ ഇറ്റ്സ് നോട്ട് കംഫർട്ടിങ് മാൻ. എന്നിട്ട് കൊടുക്കണമെന്നുണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് എ ലോജിക്കൽ അപ്രോച്ച്. നൈസ് ഡ്രോപ്പ് കിക്ക്. കടം വിടാൻ കാശില്ലെന്ന് എഴുതി വെച്ചിട്ട് അവള് ഇവനൊറ്റോർത്തം കാരണം സുചേച്ചി. എന്തിനാ അപ്പോ എന്നെ നീ എല്ലാവരും മുമ്പിൽ ഇങ്ങനെ മോശക്കാരനെ കാണിക്കുന്നത്? നീ പ്രേമിക്കുന്ന പെണ്ണിനെ ഞാൻ കെട്ടുന്നത് മുടക്കാൻ വേണ്ടിയാണോ ഈ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നീ പറഞ്ഞുണ്ടാക്കുന്നത്? ഏത് പെണ്ണിന്റെ കാര്യമാടാ അവൻ പറഞ്ഞേ? നീ തമ്മിൽ ഇഷ്ടത്തിലാണോ? ഇഷ്ടത്തിലാണ്. പക്ഷേ കാണിക്കുന്നത് ഇവൻ കാരണ ആ കുടുംബ നാട്ടുകാരുടെ മുന്നിൽ നാണം കിട്ടത്. ഇനി ഇത് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പറഞ്ഞ സമയത്ത് തന്നെ ആ പെൺകൊച്ചിന്റെ കല്യാണം ഞാൻ നടത്തും. ചേട്ടാ മതി. എന്തുവാണ് പ്രശ്നം? ഇങ്ങനെ എടാ നിന്റെയൊക്കെ കാസർഗോഡല്ലായിരുന്നു പെണ്ണിന്റെ ജോലി? ഇവിടെ സാറ്. അതേടാ ഞാനാ. അഡ്മിറ്റ് ചെയ്തോ? അവളങ്ങനെ നിന്നാലേ കല്യാണം കഴിഞ്ഞാൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. അതെ അതെ, ഡിപ്പാർട്ട്മെന്റിന് ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൊടുക്കുന്നു. ഇനി ഇത് നീ പോയി പുറത്ത് നാട്ടുകാരത്ത് പറ. ഇയാളും മോശം. ആര് വിശ്വസിക്കുന്നത് നമുക്ക് നോക്കാടാ. എവിഡൻസ് വേണം ബ്രോ. ഈ പോലീസുകാരനും ഒരു മനസാക്ഷിയില്ലാത്ത തന്നെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. കടയിലേക്ക് വന്നാ പൊണ്ണെ കണ്ടെന്ന് പറഞ്ഞു. ഇതിന്റെ പുറകെ പട്ടാളം വരുമോ? ഞാൻ ചേച്ചി പറഞ്ഞിട്ടാ വന്നേ. ഈ കല്യാണം എന്തായാലും നടക്കില്ല. ഇനി അവൾ എന്തെങ്കിലും ചെയ്തു കളയോന്ന് എന്റെ പേടി. എന്റെ ചേച്ചി പാവാ. നീ ചെല്ല്, നമുക്ക് നോക്കാം. വിളിച്ചോളൂടാ. ഞാൻ നടത്താനേ എന്റെ വീട്ടുകാരെക്കാളും താല്പര്യം അങ്ങേർക്കാണല്ലോ. പന്തലിടുന്നു, പാത്രം ഇറക്കുന്നു, പച്ചക്കറി വെട്ടുന്നു. അങ്ങേരാ 500 നാട്ടിലെ പെണ്ണുങ്ങളുടെ ഒക്കെ കല്യാണം നടത്താൻ. ആ കള്ള കാലവാണോട് പറഞ്ഞേക്ക് ഇനി ഇതൊന്നും വേണ്ടാന്ന്. കേട്ടല്ലോ? ഇതായത് വിജയമാവനോ? ഞാന് ഈ അവസരത്തിൽ എനിക്ക് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ പറയാണ്. എന്റെ ചേച്ചിയുടെ കല്യാണത്തിന് വിളിക്കാൻ വന്നതാ. അപ്പൊ ഫാമിലി ആയിട്ട് എല്ലാവരും പറഞ്ഞേ വരില്ലേ? ഓക്കെ അല്ലേ? കൊച്ചിന്റെ കല്യാണം അതിൽ കൊച്ചുകാരി തൂങ്ങിയാലോ? ടച്ചിങ്ങുള്ള കാര്യങ്ങൾ. ആൾക്കാർ കൂടുവേ. എന്നാ പിന്നെ എല്ലാം പറഞ്ഞ പോലെ ഇറങ്ങുവാ. ഇങ്ങോട്ടേക്ക് വരും. എന്നാവും വരട്ടെ. എന്നാലേ 2 കാലാവൻ തിരിച്ചു പോവൂല. ഇത് ഇതുവരെ ഇട്ട് കഴിഞ്ഞില്ലേ? ചേട്ടാ പറഞ്ഞതിന് മുമ്പ് കത്തിച്ചേ. രാത്രി കത്തിക്കാം. എങ്ങോട്ട് പോടാ? ഇറങ്ങി പോടാ. അതെ, ഇവനോട് സദ്യയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി വന്നാ, അല്ലാണ്ട് കല്യാണം മുടക്കാൻ വേണ്ടി ഒന്നുമല്ല. ഓ മുടക്കാനിങ് വാ. നീ ഒന്നും വിചാരിച്ച മുടങ്ങുന്ന കല്യാണം അല്ലടയത്. ചെല്ല്, ചെന്ന് സദ്യയുടെ കാര്യങ്ങൾ നോക്ക്. നീ വാടാ. എല്ലാം ദൈവം ചെയ്യാ. നീ അന്തസ്സോടെ നിന്ന് ഈ കല്യാണം നടത്തി കൊടുക്കാൻ നോക്ക്.
എന്നാ ശരിയായിട്ടുള്ള വേറെ ആരും കൂടി പറയാറുണ്ട്. ഇവർ രണ്ടുപേരും കുറെ നാളായിട്ട് ഇഷ്ടത്തിലാണ്. ഇവരെങ്ങോടെങ്കിലും ഒളിച്ചോടി പോണേ പെട്ടെന്ന് കല്യാണം നടത്തി കൊടുക്കാൻ നോക്ക്. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. എന്നെ ചോദിച്ച എത്ര പെണ്ണുങ്ങളിലാണ് ഞാൻ കൂടിയേക്കണത്, എത്ര സദ്യ ഞാൻ വിളമ്പേക്കണത്. പോവാൻ പറ. അല്ലേ അറ്റ്ലീസ്റ്റ് ആ ഭദ്രന് കൊണ്ടുപോയി പണി ഒപ്പിച്ചു കൊടുക്കടാ. അക്സെപ്റ്റ് ചെയ്ത താൻ എന്ത് പറഞ്ഞാലും വെള്ളം കഞ്ചാവ് എടുത്ത് കൊടുക്കാല്ല അവർ ഒരു പണിയില്ല. പോട്ടെ ചേട്ടാ, നമുക്കടിക്കാൻ പാ. എന്താണ് ഉദ്ദേശം? ഐഡിയ My God. ഇത് സിനിമയല്ലേ? മണി എന്തായി? ഇവൻ പറഞ്ഞ എവിടെ? അതൊന്നും കാര്യമാകണ്ട. മഹേഷ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പുന്റെ കാര്യമായിരിക്കും. അല്ല, സുജയുടെ മകളുടെ മരണത്തെ പറ്റിയാ. നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ അതൊരു ആത്മഹത്യയല്ല, അവൻ കൊന്നതാ. ആര്? അത് ഇയാൾക്കറിയൂ? ബുദ്ധിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അയാളെ തിരുത്തി. എന്താ നിന്റെ അഭ്യാസമൊക്കെ കഴിഞ്ഞാൽ അവളെയും വിളിച്ചിറക്കി വീട്ടിൽ പോ നോക്ക്. എടാ, മാമേനും വിളിച്ചിറക്കി വീട്ടിൽ പോ നോക്കാൻ. ബാക്കി നമുക്ക് പോകാം. അച്ഛൻ കാര്യം പറഞ്ഞോ? എടാ, കൊച്ചിന്റെ കല്യാണം നടത്തി കൊടുക്കാമെന്നാ ഞാൻ വാക്ക് കൊടുത്തേ. അത് നീയുമായിട്ട് മതി. അതെനിക്ക് തോന്നുന്നില്ല. എടാ, അച്ഛന്റെ പ്ലാനൊന്നുമല്ല പറയുന്നേ. ആ നിൽക്കുന്ന പിന്നെ ആരാ? ഇവനെ ഞാൻ മോളോട് പോയെങ്കിൽ വേഗം പോയി കണ്ടുപിടിക്ക്. അല്ലാതെ എന്റെ ചെക്കന്റെ ദേഹത്തെങ്ങാനും കൈവച്ചാലുണ്ടല്ല സുധാകര വിട്ടു. ഓടോ. പിന്നെ ചേച്ചിയുടെ കൂടെ പോവാൻ ഞാൻ തന്നെ എത്ര പ്രാവശ്യം വിളിച്ചു, താൻ കേട്ടോ? അന്നേരം തന്നെ ഒടുക്കത്തൊരു ഡാൻസ്. ചേച്ചി ഫോറസ്റ്റ് ഓഫീസിലുണ്ട്, അങ്ങോട്ട് ഞാൻ അറിഞ്ഞു. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. അപ്പൊ നീ പോ. ഹൊറർ സ്റ്റോറി മാറിയിട്ട് ഇതൊരു ലവ് സ്റ്റോറി ആവാനുള്ള ഒരു ലവ് ഡ്രാമ. പക്ഷേ ഇത് സുമതി എങ്ങനെ ഇനി വരാനുണ്ട്, പക്ഷെ അത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഭദ്രനെ ഇവരെ ചേസ് ചെയ്ത് വരുമായിരിക്കും, എന്നിട്ട് ഒരു സുമതി വളവിലോട്ട് പോവുമായിരിക്കും. മിക്കവാറും അങ്ങനെയായിരിക്കും. താങ്കളുടെ ഒറ്റയ്ക്ക് വന്ന് ഹംസൊക്കെ ഉണ്ടായിരുന്നില്ലേ? Come on, Sumati. Time for your entrance. Police officer. വേണ്ട. അത് വേണ്ട. എനിക്ക് പേടിയാണെങ്കിൽ ഇത് വെച്ചോ.
സുമതി എൻട്രൻസ്. സുമതി എൻട്രൻസ്. ലെറ്റ്സ് ഗോ. അവിടെ കണ്ട നിന്നോട് ഞാൻ പലതവണ പറഞ്ഞാണ് കോപ്പ ഇങ്ങോട്ട് വരരുന്നോ. വാ പോ. തീരെ ചെറുക്കാൻ. Fight back, bro. Fight back. സുമതി ദേഹത്ത് കയറി. സുമതി ദേഹത്ത് കയറി. പൊസസ്. നോക്കിക്കടാ തല്ലി കൊല്ലണ്ടാ ഇവനെ. Oof. Man, that was horrible. Oh. Oh. Wait, what? Dead? എഴുന്നേക്കപ്പോ. പറയണ അവര് നമ്മളെ കൊന്നുകളയും. അവരെന്താണ് ചെയ്യട്ടെ? നമ്മൾ മാള ചേച്ചി കാണിച്ച തെറ്റ് ആവർത്തിക്കാൻ പാടില്ല. എന്റെ വീട്ടുകാർ സമ്മതിച്ചാലില്ലെങ്കിലും നമ്മൾ ഈ നാട്ടിൽ തന്നെ ജീവിക്കും. ഇഷ്ടപ്പെട്ടു പോയതല്ലേ. നിങ്ങളുടെ കുടുംബത്തിനുണ്ടായ നിങ്ങൾ നോക്കിക്കോ. ഇങ്ങോട്ട് വാടി. ഇയാളെ കൊണ്ട് വലിയ ശല്യമായിരുന്നു. 2 തവണയുമാണ് ഞങ്ങളുടെ കുടുംബത്തിന് പണിതില്ല. ഇവര് ഞങ്ങളുടെ മോളെ കൊടുക്കുന്ന പ്രശ്നമില്ല. ഇവനെന്താ സോക്കട്ടെ? എന്താടാ ആണോ ചേച്ചി? ചേച്ചി ഞാനാണ് വിളിച്ചോടാ സഹായിച്ചത്. അല്ല, ഇപ്പൊ എല്ലാവരും സമാനമില്ലേ? ഒന്നും മിണ്ടാതിരി. മോളെ, മോള് പറ, ഇത്രയും നാള് നീ എവിടെയായിരുന്നു? ആരുടെ കൂടെയാ നീ പോയേ? പറ മോളെ. ആരാന്ന് പറ മോളെ. പറ മോളെ, ആരാ? അത് ആളിവിടെ ഉണ്ട്. മോളെ പേടിക്കണ്ട. ഒന്ന് പറഞ്ഞു വിലക്കി മിണ്ടാതിരിക്കാതെ പറ മോളെ, ആരാ? അയ്യേ, ഹംസ സാറോ? കൊള്ളാടും പറഞ്ഞ ഒത്തുതീർപ്പാക്കാൻ നോക്കും. സാറാ എങ്കിലും പറയായിരുന്നു. അത് പിന്നെ ഞാനിങ്ങോട്ട് വന്ന് തന്നെ എല്ലാവരോടും തുറന്നു പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരാനാ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് ഞങ്ങളുടെ ഒളിച്ചോട്ടാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന്. അച്ഛാ, ഞങ്ങളോട് ക്ഷമിക്കണം. അച്ഛാ, നമ്മൾ ഇതുവരെ വിചാരിച്ചതൊക്കെ തെറ്റാണെന്ന് ഇപ്പൊ മനസ്സിലായില്ല. ഞാൻ തിരിച്ചു വരാതായിരുന്നില്ല അച്ഛന്റെ പ്രശ്നം. ഇപ്പൊ അത് തീർന്നില്ലേ? ഇനി അവരുടെ കാര്യം നടത്തി കൊടുത്തൂടെ? എന്തിനാ അച്ഛാ ഈ വാശി? ആശാനെ, നല്ലൊരു മുഹൂർത്തം നോക്ക്. പെട്ടെന്ന് നടക്കുമായിരിക്കും. സാറാ സുമതിയുടെ ലാസ്റ്റ് ക്ലൈമാക്സ് ഞാൻ പ്രഡിക്റ്റ് ചെയ്തായിരുന്നു. വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു വാക്ക് പറയായിരുന്നില്ലേ? എടോ അപ്പു, ഞാൻ തന്നോട് ഇത് പലവട്ടം പറയാൻ ശ്രമിച്ചതാ. പക്ഷെ താനെന്നെ കണ്ടഭാവം നടിച്ചില്ല. മനഃപൂർവ്വം ആയിരുന്നല്ലേ? മനഃപൂർവ്വോ?
താനെന്ന് അവളെ വളവെടുത്തി വിടാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് നമ്മൾ കണ്ടില്ലായിരുന്നോ? ഓർമ്മയില്ലേ? പഴയതൊന്നും ഇനി മനസ്സിൽ വെക്കണ്ട കേട്ടോ. ഇല്ലളിയാ, ഒന്നില്ലെങ്കിലും ഇന്നലെ രാത്രി ഞാൻ വളവി കിടന്നപ്പോ നീയെല്ലാം ഉണ്ടാവില്ല രക്ഷിക്കാൻ. ഞാനോ? വളവില്ല. അളിയ, ഞാൻ പട്ടാളക്കാരനാന്നേ ഉള്ളൂ, അത്രയ്ക്ക് ധൈര്യമില്ല കേട്ടോ. ഓക്കേ, സുമതി വളം IMDb 5.6 സിനിമ അല്ല ഇത്, അത് ഞാൻ ആദ്യമേ പറയാം. പക്ഷേ IMDb 86% ഒരു 8.6 റേറ്റിംഗ് വരുമെന്ന് എന്ന് ചോദിച്ചാൽ അതും ഇല്ല, ഒരു 7.5. കാരണം ഞാൻ പ്രേ സിനിമകൾ കുറേ കാണാറുണ്ടെങ്കിലും അത്യാവശ്യം നല്ല സ്റ്റോറിയുള്ള പ്രേ സിനിമകൾ കാണുന്നത് കുറച്ച് കുറവാണ്. ഇതിൽ ബേസിക്കലി ലാൽ എവിടെയാണ്? ലാൽ കാസ്റ്റിൽ കിടക്കണു. വേർ ഇസ് ലാൽ ബ്രോ? ഇതിൽ ഫസ്റ്റ് ഹാഫ് ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു, സെക്കൻഡ് ഹാഫും അത്യാവശ്യം എൻജോയ് ചെയ്തു. പക്ഷേ ക്ലൈമാക്സ് കുറച്ച് പ്രഡിക്റ്റബിൾ ആയിട്ട് തോന്നി. കാരണം ഞാൻ എന്തായാലും അവസാന കളയത്തിന് ഇങ്ങനെ വരോടെന്ന് സംശയം ഉണ്ടായിരുന്നു. കാരണം പിന്നെ എന്താ സംഭവം, സുമതി അവസാനം എന്തായാലും വരുമെന്ന് നമുക്കറിയായിരുന്നു. പിന്നെ ഇതൊരു ലവ് സ്റ്റോറി ഡ്രാമയായിട്ട് പോകുമ്പോൾ ഭദ്രൻ വില്ലനായി എന്നും അറിയായിരുന്നു. പിന്നെ അയാൾ ചാവണമെന്നും അറിയായിരുന്നു, സുമതി വരുമെന്നും അറിയായിരുന്നു. അപ്പം എന്തായാലും ഇങ്ങനെ സംഭവിക്കണമെന്ന് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്താൽ മനസ്സിലാവും. ഇറ്റ്സ് നോട്ട് വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ ക്ലൈമാക്സ്, ഡിഫിക്കൽട്ട് ടു പ്രൊഡിക്ട് ദ ക്ലൈമാക്സ്. സോ ക്ലൈമാക്സ് ഞാൻ നല്ല രീതിയിൽ പ്രൊഡിക്റ്റ് ചെയ്തു, അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. എക്സെപ്റ്റ് ഫോർ ആ ഫോറസ്റ്റ് ഓഫീസറാണ് ഭാമയുടെ കെട്ടിയെന്നുള്ള കാര്യം, അത് മാത്രമേ എനിക്ക് അറിയില്ലായിരുന്നു. ദാറ്റ് മേക്സ് എ ലോട്ട് ഓഫ് സെൻസ്. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല, അതൊട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര എൻജോയബിളാണ്, കുറേ നല്ല കോമഡി ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ നല്ല ചിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വെറൈറ്റി പ്രേതമായിരുന്നു. കാരണം ഇഷ്ടംപോലെ ഹൊറർ ഫിലിംസിൽ ഞാൻ അലമ്പാക്കുന്ന പ്രേതങ്ങൾ കണ്ടിട്ടുണ്ട്. ഓവറായിട്ട് ആ ഒരു ഗോറി സ്റ്റഫും ഓവറായിട്ട് ജംപ് സ്കാസും ഒക്കെ ഇട്ടിട്ട് കുളമാക്കുന്നത്. ഇതൊരു നല്ല കഥയുണ്ട്. ഇപ്പം പ്രേതത്തിനെ ഒഴിച്ച് നിർത്തിയാൽ തന്നെ ഒരു ഡീസൻറ്റ് കഥയുണ്ട്. എന്നിട്ട് ആ പ്രേതത്തിൻ്റെ എലമെൻറ്റോട് വരുമ്പോൾ ഈ സിനിമ കുറച്ചുകൂടെ ബെറ്റർ ആവുന്നുണ്ട്. സോ ദിസ് ഈസ് എ വെരി വെൽ ഡൺ മൂവി. ഐ റിയലി ലൈക്ക് ദിസ് മൂവി. ഐ വെരി മച്ച് എൻജോയ് ദിസ് മൂവി ആൻഡ് ദിസ് എ such a good movie, man. I would give it a 7.5 rating for this movie. ഒരു കുറച്ചൊരു പ്രഡിക്റ്റബിൾ. ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇവൻ അവസാനം സുമതി വളകിപ്പോയി, മറ്റേ ആ അമ്മയും മോളുണ്ടല്ലോ മരിക്കുന്നത്, അവരുടെ ഹസ്ബൻഡ് മരിച്ചതിനുള്ള തെളിവ് എന്തെങ്കിലും സുമതി വളവിൽ നിന്ന് കിട്ടും. ആൻഡ് സുമതി വളവിൽ മറ്റേ ഇയാൾ കൊന്നതിൻ്റെ അവശിഷ്ടം എന്തെങ്കിലും ഒരു ആ ഹിൻറ്റ് വെച്ചിട്ട് ഇവൻ പ്രൂവ് ചെയ്യും ദാറ്റ് മറ്റവനാണ് കൊന്നത്. അങ്ങനെ ഇവനാണ് വില്ലെന്ന് മനസ്സിലാവും. എന്നിട്ടാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുന്ന പ്രതീക്ഷ. പക്ഷെ അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പ്ലോട്ട്. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ എലമെൻ്റ് കൂടെ വരുമല്ലോ. പക്ഷെ ഇത് അങ്ങനെ പോയില്ല. പെട്ടെന്ന് ഒരാളൊന്ന് പറയണു, എന്താ പറയുക, ഈ ഫോറസ്റ്റ് ഓഫീസർ ഈ പോലീസുകാരനും ഇയാളും കൂടെയാണ് കൊന്നത്. പെട്ടെന്ന് മറ്റേ പട്ടാളക്കാരൻ തിരിയണു, എന്നിട്ട് ജസ്റ്റ് ഓൾ ഓഫ് എ സഡൻ ക്ലൈമാക്സിലോട്ട് പോകുന്നു. അതൊരു ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. ക്ലൈമാക്സ് ബെറ്റർ ആവായിരുന്നു. സെക്കൻഡ് ഹാഫ് ആ ഒരു പാർട്ട് അറ്റ്ലീസ്റ്റ് അതൊന്ന് റെഡിയാക്കണം. അത് മാത്രമേ എനിക്ക് ഇഷ്യമായിട്ട് തോന്നിയുള്ളൂ. വേറൊന്നും കുഴപ്പമില്ല. കണ്ടുകൊണ്ടിരിക്കാൻ നല്ല എൻജോയബിൾ ആയിട്ടുള്ള മൂവി, വെരി എൻ്റർടൈനിങ്. IMDb 5.6 ഭയങ്കര കുറവാണ്. അതിനെക്കാളും നല്ല കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമ തന്നെയാണ്. ഇറ്റ്സ് വെരി എൻ്റർടൈനിങ്. സോ pretty much enjoy this movie. ആൻഡ് സുമതി വളവിനെ പറ്റി ശരിക്കുള്ള കാര്യം എനിക്കൊന്ന് അന്വേഷിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. Do I not? Sumati Vadavan evidently shitty reviews. It's a mid-movie overall, right? Reddit അങ്ങനല്ലേ പറയണേ. Sumati Vadavan evidently shitty reviews. What's the actual? 2 മണിക്കൂർ ശരിക്കാൻ റെഡിയാ ആണിൽ കയറിക്കാൻ മക്കളെ. ആകെ വരുന്ന വിഷമം ഇത് കൊണ്ട് തീരുമ്പോൾ അയ്യോ തീർന്നു പോയല്ലോ എന്നാണ്. ഇനിയും പോയി കാണാൻ പറ്റുന്ന പടം. Actual. Can you explain what they mean in the end? It's a very good concept. The script was terrible. Fact that the plot twist, the climax was so far and so hard foreshadowed that it was practically a truck in your face. Yeah, I think മറ്റവനായിരുന്നു എന്നുള്ളത് മാത്രമാണ് വാസ് ഇൻട്രസ്റ്റിംഗ്. അറ്റ്ലീസ്റ്റ് സ്കെറി ഫിലിം പോപ്കോൺ പ്രൈസ്. പേടിപ്പിക്കാൻ അധികം എലമെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ജംപ് സ്കെയർ എന്നെ ഒന്ന് ചെറുതായിട്ട് പേടിപ്പിച്ചു, വേറൊന്നും ഉണ്ടായിരുന്നില്ല. ഡോണ്ട് ട്രസ്റ്റ് റിവ്യൂസ്. ഫസ്റ്റ് സെൻറ്റൻസ് എന്ത് മക്കളെ, 100% പെയ്ഡ്.
ദിസ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, 10 കൊടുക്കില്ല, ഇത്രയ്ക്കായിട്ടുള്ളതൊന്നുമില്ല. എനിക്ക് ആക്ച്വൽ സുമതി വളവിനെ പറ്റിയാണ് അറിയാനുള്ളത്. സുമതി വളവ് എന്ന് പറയുന്ന മലയാളം എഡിഷൻ ഈ ബുക്ക് ഉണ്ടോ? ഛേ, റിയൽ ഹൊറർ സ്റ്റോറി, വിഷ്ണു രാമചന്ദ്രൻ. സുമതി വളവ് പ്ലീസ്. ഓക്കെ, നമുക്കിത് വായിക്കാം. സുമതി വളവ് വ്യൂ പോയിന്റോ? 4.2 സ്റ്റാർ ഗൂഗിൾ റിവ്യൂസ്. ഛേ, റിവ്യൂസ് നോക്കട്ടെ. It's actually waste deposed and place before. Now it's clean and safe place with police camera. There is no need to be afraid. Like, in my opinion, KCB plays all over the road by pole lighting. എന്തിനാ 1 star review കൊടുത്തേക്കണേ? I don't get that. Very scary to visit at night. So many turning roads, carefully drive. Yeah, that is true. I think സുമതി വളവിലുള്ള most of the accidents പ്രേതം കോസ് ചെയ്തത് ആ വളവിൻ്റെ സ്ട്രക്ചറാണ് ഇഷ്യൂ. പ്രോപ്പറായിട്ട് ലൈറ്റിംഗ് ഒന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അഡ്വഞ്ചറസ് പ്ലേസ് വിസിറ്റ് ഇൻ മിഡ് നൈറ്റ് വിത്ത് ഫ്രണ്ട്സ്. ദ നൈറ്റ് കോൾഡ് ആൻഡ് അറ്റ്മോസ്ഫിയർ മേക്സ് ഇറ്റ് ത്രില്ലിംഗ് ആൻഡ് ദ കമ്പനി യു ആർ ട്രാവലിംഗ് വിൽ ഡിസൈഡ് ദ റെസ്റ്റ്. Calm and quiet place. One day stay, enjoy. Nice place. There is nothing to see. Okay. It's horror place. 2 star reviews. അത് കൊള്ളാമല്ലോ, ഞാൻ ലൈക്ക് ചെയ്ത് കൊടുക്കാം. ഇറ്റ്സ് ഹൊറർ പ്ലേസ്. ഗുഡ് പ്ലേസ്. ഗ്രൂപ്പായിട്ട് പോയാ ഈശി പൂശി. എന്താ അത്? വാട്ട് ഈസ് ദിസ്? എന്താ അത്? കവി എന്താ ഉദ്ദേശിക്കണേ? ഇത് സുമതി വളവാണോ? അയ്യോ, ഗാർബേജ് ഡിസ്പോസബിൾ. ഇതിനൊക്കെ സുമതിയുടെ കൈ കിട്ടണം, വലിച്ചേറി ഒട്ടിയും. ഇത് വേസ്റ്റ് പിന്നിട്ട് വയ്ക്കാറുന്നില്ലേ? എനിക്ക് എൻ്റെ മോൻ ഇതാണോ വളവ്? ഇത് ശരിക്കുള്ള ഇമേജ് ആണോ? ദാറ്റ് ലുക്ക് സോ ഗുഡ് മാൻ. ഇങ്ങനെയൊക്കെ ബ്രാഞ്ച് ഇത് എങ്ങനെയൊക്കെ മറിഞ്ഞ് വീണാലോ. ഇത് AI ജനറേറ്റർ, താഴെ ജമിനിയുടെ പടമുണ്ട്. കോപ്പ്. ഞാൻ ഒറിജിനലാന്ന് വിചാരിച്ച്. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ ജമിനിയുടെ പടമെങ്കിലും മാറ്റണ്ടേ, എന്നല്ല നമ്മൾ വിശ്വസിക്കും. ലൈക്കും ചെയ്തിട്ടുണ്ട്. Stories of Kerala Captain. Okay. Ghosts may or may not exist, but the stories surely do. Whether they stir fear, fascination, or blend of both, these places in Tirunelveli continue to lure the curious. ഞാനൊരു തിരുവനന്തപുരത്തുകാരനാണ്, ബൈ ദ വേ. പക്ഷെ എനിക്ക് ഈ പ്ലേസ് ഞാൻ പോയിട്ടില്ല. The stories of haunted places and ghostly apparitions have always tantalized human imagination. Now in Tirunelveli, one particular location was recently captured the spotlight, more of its paranormal airiness than the natural charm. A recently released film bringing its Sumadi Valavu near Mailamud in Palod, thus poised to see more visitors. Some keen to experience the airiness first, and others aiming to debunk it all as a product of fragile or perhaps creative minds. Whatever the case, call it the power of narrative spookiness has always intrigued people. എനിക്ക് ഇതിൻ്റെ സ്റ്റോറിയാണല്ലോ അറിയാനല്ലേ. സുമതി വളവ്, ബ്യൂട്ടിഫുൾ. ഓക്കെ. First, of course, is Sumati Valavu, a breathtakingly beautiful bend in the road, shrouded in tragic lore. It revolves around a story of a young woman named Sumati, allegedly murdered by her lover. Murdered by her lover? ഇങ്ങനെയല്ലല്ലോ സിനിമയിൽ കാണിച്ച ബലി കടിച്ചു എന്നെങ്ങാണ്ടല്ലേ. Some local residents still remember the tale, which is now piquing the curiosity of many. Sumati, said to be just 19 or 20, was pregnant, was killed by her lover, Ratan
Ratnagaran. Her pregnancy was a burden to him. He allegedly decided to eliminate her. അപ്പോൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം കറക്റ്റാണ്. Mahadevan Unnithan, a resident, claims to have known Sumati. I must have been around 20 to 29 then. It was on a Tuesday that Sumati was allegedly killed, he recalls. Okay. Following many murder, many claim to have seen a woman in white wandering near the roadside, a typical ghost. Terrifying sounds reportedly emerged from the thickets above the forest covered below it at midnight. Engines of vehicles suddenly reaching a bend would conk off. Motorcycle riders would suddenly get thrown off their vehicles. Man, lights would turned off without cause. Tires deflated inexplicably. ഇതിലുള്ള ഇവിടെ എന്തെങ്കിലും ഇൻസിഡൻസ് നടന്നിട്ടുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്. ബോണക്കാട് ബംഗ്ലാവ്. ഓക്കെ. ആക്സിഡൻറ്റ്. കഴുത്തടുത്ത് മരത്തിൽ ചാരിയിരുന്ന 19-കാരിയുടെ മൃതദേഹം. ഭയന്നിറക്കുന്ന പ്രേതപടവ്. തലമുറകളെ പേടിപ്പിച്ച സുമതി. ഇവിടെ നടന്ന ഇൻസിഡൻസിൻ്റെ ലെജിറ്റിമസി പറ്റി എനിക്കറിയില്ല. പക്ഷേ അൾട്ടിമേറ്റ്ലി നിങ്ങളോട് പ്രേതം ഉണ്ടോ ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് ഞാൻ പറയുള്ളൂ. സ്റ്റോറീസിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നാണ് എനിക്കറിയേണ്ടത്. ഇത് പ്രേതം കാരണമായിട്ടല്ല, ബട്ട് ഐ വുഡ് സേ ആ ഒരു ലൊക്കേഷൻ്റെ പ്രത്യേകതയായിരിക്കാം. ഒരു തണുപ്പ് മറിഞ്ഞ് രാത്രി കുറച്ച് റിമോട്ടായിട്ടൊരു ലൊക്കേഷൻ, റൈറ്റ്, ഒരു ഓഫ് റോഡ് കൈൻഡ് ഓഫ് ലൊക്കേഷൻ, ഇത്രയും സ്റ്റീപ്പായുള്ള കേർവ്സും അധികം ലൈറ്റ്സും ഇല്ലെങ്കിൽ ഓബ്വിയസ്ലി അവിടെ ആക്സിഡൻസ് ഉണ്ടാവാം. സോ മൈ എക്സ്പ്ലനേഷൻ ഇസ് ദാറ്റ്. It's a very good movie, man. I wouldn't say a very good movie. It's a good movie. It's a very watchable movie. കുറേ കോമഡി ഉണ്ട്, കുറച്ച് ഇരിക്കാനുണ്ട്. കഥ ഇസ് ഫൈൻ. ഇറ്റ് കുഡ് ബി ബെറ്റർ. Could be significantly better. But I enjoyed this movie. Any other movies or something that you want me to react to? Let me know in the comment section below. I'll definitely take a look. If you do like these kind of reactions, hit the thumbs up button. I'll let you know you like what you're watching. I'll see you guys next video. Good night.